നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാൻ സൈന്യവുമായി ബന്ധമുണ്ട് എന്ന വെളിപ്പെടുത്തൽ പരസ്യമാക്കിയിരിക്കുകയാണ് ലഷ്കർ ഇ തൈബയുടെ ഉന്നത നേതാവ്. സൈന്യം നടത്തുന്ന പരിപാടികളിലെല്ലാം തന്നെ താൻ സ്ഥിരം ക്ഷണിതാവാണെന്നും സൈനികരുടെ സംസ്കാര ചടങ്ങുകളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് എന്നും പഹൽഗാം ഭീകരാക്രമണ കേസിൻ്റെ പ്രധാന സൂത്രധാരനായ ഹാഫിസ് സയ്യിദിൻ്റെ അനുയായി സൈഫുള്ള കസൂരി പറഞ്ഞു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പരിപാടികളിലും സൈന്യത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളുടെ വേളയിലും താൻ സ്ഥിരം ക്ഷണിതാവാണ് എന്നും ഇത്തരം ചടങ്ങുകളിൽ താൻ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് എന്നും ഇയാൾ പറയുന്നു. പല കാര്യങ്ങളിലും അസീം മുനീറിനെ പോലും സഹായിച്ചിട്ടുണ്ടെന്നും സൈഫുള്ള കസൂരി വെളിപ്പെടുത്തുകയുണ്ടായി. ഇന്ത്യക്ക് തന്നെ ഭയമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ പറയുന്നുണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഈ വീഡിയോ പുറത്തു വന്നതോടെ ഭീകരവാദ സഖ്യങ്ങളുമായി പാക് സൈന്യത്തിലുള്ള ബന്ധം പൂർണ്ണമായും വെളിവായിരിക്കുകയാണ്. ഭീകരപ്രവർത്തകരുമായി ബന്ധമില്ലെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഭീകരപ്രവർത്തകരുമായി യാതൊരു ബന്ധമില്ലെന്നും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആഗോള ഉച്ചകോടികളിൽ ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ വാദങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പാകിസ്ഥാന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഇന്ത്യക്കെതിരെ ആക്ഷേപ പരാമർശങ്ങൾ ഉന്നയിച്ച കസൂരി കാശ്മീർ തന്നെയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്നും പറയുന്നു. പഹൽഗാം ഭീകരാക്രമണ കേസിൽ താനാണ് പ്രധാന സൂത്രധാരനെന്നാണ് വെളിവായതോടുകൂടി തനിക്ക് വലിയ പ്രശസ്തിയാണ് പഞ്ചാബ് മേഖലകളിൽ ലഭ്യമായിരിക്കുന്നതെന്നും ഇയാൾ അവകാശപ്പെട്ടു. ഇപ്പോൾ പാകിസ്ഥാനും കടന്ന ഭീകരവാദികൾ ബംഗ്ലാദേശിലേക്ക് ചേക്കേറിയ ഒരു സാഹചര്യമാണ്. അതായത് പാകിസ്ഥാൻ പോലെ തന്നെ ബംഗ്ലാദേശിലും പാകിസ്ഥാൻ്റെ ISI തന്നെയാണ് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ബംഗ്ലാദേശിലും ഇത്തരം രീതികൾ തന്നെയാണ് ഭീകരവാദികൾ കൈക്കൊള്ളുന്നത്. പാകിസ്ഥാനെ പോലെ ബംഗ്ലാദേശിനും കുട്ടിച്ചോറാക്കുന്ന ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനു പുറമെ ഹമാസുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയും പാകിസ്ഥാനിലെ ഭീകരവാദികളെല്ലാം കൂടെ ചേർന്ന് ഒരു സംയുക്ത സഖ്യം രൂപീകരിക്കാനുള്ള ഒരു ചർച്ചയും സമാന്തരമായി നടക്കുന്നതായിട്ടും അറിയുന്നു. പാകിസ്ഥാൻ്റെ സൈന്യവും അധികാര കേന്ദ്രങ്ങളും ഇത്തരം ചെയ്തികൾക്കെല്ലാം വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. പാകിസ്ഥാൻ കടക്കണിയിലാണ്. എന്നാലും ഇപ്പോഴും ഇന്ത്യയെ തകർക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട അജണ്ട. തങ്ങളുടെ ജനത പട്ടിണി കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് പാകിസ്ഥാൻ ചിന്തിക്കാറ് പോലുമില്ല. എന്തു തന്നെയായാലും ഭീകരവാദികൾ പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ്റെ സൈന്യം തന്നെ ഇവരെ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇവർക്ക് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നുണ്ട്, ഇപ്പോഴും ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തിലെ മയക്കുമരുന്ന് വിപണിയിൽ വലിയൊരു അളവ് പാകിസ്ഥാനിൽ നിന്നാണ് ലഭ്യമാകുന്നത്. അവിടുത്തെ ഹെറോയിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം ഭീകരവാദികളാണ്. അടുത്തിടെയാണ് സൗദിയുമായിട്ടുള്ളൊരു കടം തീർക്കാൻ പറ്റാതെ സ്വന്തം യുദ്ധവിമാനങ്ങൾ കൊടുത്ത് കടം തീർക്കാൻ പാകിസ്ഥാൻ, അങ്ങനെയുള്ളൊരു പാകിസ്ഥാനെ ലോകം കണ്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്ന ഒരു പാകിസ്ഥാനാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.